വിരിയും മുമ്പ് എന്ന കഥയുടെ തുടർഭാഗം. മഹേഷിൻ്റെ പേരിലുള്ളത് കൊലക്കുറ്റമാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അർദ്ധരാത്രിയിൽ ഒരാളെ ട്രെയിനിന് മുമ്പിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ആ കേസിനെ ഇഴകേറി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പലതും വെളിച്ചത്ത് വന്നു. മഹേഷ് ചെയ്ത കൊലപാതകം കണ്ട ആളെയാണ് മഹേഷും സംഘവും കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അയാളാണ് ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തിയത്. ഒക്ടോബർ 2-ാം തീയതി മദ്രാസിലേക്ക് ട്രെയിൻ കയറിയതാണ് രഘുനാഥ് എന്ന ഈ മനുഷ്യൻ. കൂട്ടത്തിൽ തന്നോടൊപ്പം മഹേഷും സംഘവും ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ മദ്യപാനവും ചീട്ടുകളിയുമായിരുന്നു ഇവർ. ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കുറേ ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നെ. പിന്നീട് അവർ തമ്മിൽ എന്തോ രഹസ്യമായി പറഞ്ഞു. അതിനുശേഷം എന്നോട് വളരെ സ്നേഹമായി പെരുമാറി. ചേട്ടൻ പിണങ്ങിയോ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. എടാ മിണ്ടാതിരിക്കെ, ചേട്ടൻ കിടന്നോളൂ, ഞങ്ങളിനി ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. അതെനിക്കത്ര വിശ്വാസമായില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കം നടിച്ചു കിടന്നു. അപ്പോഴാണ് തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇവർ ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ അത്ര കാര്യമാക്കിയില്ല. വല്ല പെൺകുട്ടികളും അതിനുള്ളിൽ കാണും, അതാ ഇവന്മാരെ ഒളിഞ്ഞു നോക്കുന്നത് എന്ന് ഞാൻ കരുതി. അതിനുശേഷം ഒരു 2-2:30 വരെ ഞാൻ ഉറങ്ങിക്കാണും. അപ്പോഴാണ് ഒരു വലിയ കാർച്ച കേട്ടത്. ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി ഇറങ്ങി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഇവരെല്ലാവരും ചേർന്ന് പിടിച്ചു വലിച്ചിറക്കുന്നു. അപ്പോൾ ട്രെയിൻ 10 മിനിറ്റ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എനിക്കത് കണ്ടിട്ട് മിണ്ടാതിരിക്കാനായില്ല. ഞാൻ അവർക്ക് പിറകെ ഇറങ്ങി ഓടിച്ചെന്നു. അവർ 2 പേർ എനിക്കെതിരെ തിരിഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ കണ്ട കുറ്റിക്കാട്ടിൽ ഒളിച്ചു. രാത്രിയായതുകൊണ്ട് എന്നെ അവർക്ക് കണ്ടുപിടിക്കാനായില്ല. ഈ മഹേഷ് പറയുകയാണ്, ആ ചീള് കേസ് വിട്ടുകളാ, നമുക്ക് ഇവനെയാണ് വേണ്ടത്. പിന്നീട് ആ ചെറുപ്പക്കാരനെ തലങ്ങും വിലങ്ങും അടി തുടങ്ങി. എടാ പഠിത്തക്കാരാ, നിന്നെ അവളെ ഞാൻ അന്ന് നോട്ടമിട്ടതാ. ഇപ്പോഴാണ് അതിനുള്ള സമയം ഒത്തുകിട്ടിയത്. ഓ, വലിയ ഡോക്ടറാവാൻ ഇനി നിനക്ക് പിള്ളേരുടെ ഡോക്ടറാകണം അല്ലേടാ? അയാൾ തൊഴുതുകൊണ്ട് എന്നെ വെറുതെ വിടൂ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊള്ളാം. ഞാൻ നിങ്ങൾക്കൊരു ശല്യത്തിനും വന്നില്ലല്ലോ. മഹേഷ്, താൻ എന്താടോ ഇങ്ങനെ? നമ്മൾ സുഹൃത്തുക്കളല്ലേ? ഉടനെ ഈ മഹേഷ് പറയുകയാണ്, നീ അങ്ങ് വിശ്വസിച്ചോ പൊട്ട? നിന്നെ ഞാനങ്ങ് സുഹൃത്താക്കി എന്ന് അതിനിത്തിരി പുളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി തലങ്ങും വിലങ്ങും വെട്ടി കൊത്തി നുറുക്കി അവിടെ ഇട്ടു, തന്നെ കത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഒന്നനങ്ങാൻ പോലും എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ അനങ്ങിയാൽ എന്നെയും ഇവരില്ലാതാക്കും. അതുകൊണ്ട് പക്ഷേ ഇവരെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ നിന്നും ഞാൻ വീടെത്തി ഭാര്യയോടെല്ലാം തുറന്നു പറഞ്ഞു. ആദ്യം ഭാര്യ സമ്മതിച്ചില്ല. പിന്നീട് നമുക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, നാളെ അവർക്കിങ്ങനെ സംഭവിച്ചാൽ നീ ഇങ്ങനെ പറയുമോ? അവസാനം അവൾ സമ്മതിച്ചു. പക്ഷേ പോലീസിൽ വരെ പിടിപാടുള്ള ഇവർക്ക് ഉടൻ തന്നെ എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഇവർ എൻ്റെ വീട് തേടി വന്നു. പക്ഷേ ഞാനവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയും എന്നെ അന്വേഷിച്ച് മധുരയ്ക്ക് വരികയും ആയിരുന്നു. എന്നെ ഇവർ ഭീഷണിപ്പെടുത്തി. വന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളയും. ഞാൻ പിന്നെ എന്തു ചെയ്യും? അങ്ങനെ ഇവരോടൊപ്പം ട്രെയിൻ കയറി. ട്രെയിൻ നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി. വിജനമായൊരു സ്ഥലത്തായപ്പോൾ എന്നെ ഇവർ ബലമായി വലിച്ചിറക്കി കുറേ ഉപദ്രവിച്ചു. അതിനുശേഷം ഓടി വന്നുകൊണ്ടിരുന്ന ഒരു ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അടുത്ത ഭാഗവുമായി നാളെ